ഹായ് ഓൾ. ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും അറിഞ്ഞതാണ് RRBയുടെ ജെഇയുടെ നോട്ടിഫിക്കേഷൻ വരുന്നൊരു സമയമായി. അതിനെപ്പറ്റി കുറച്ച് വീഡിയോസും കുറച്ച് പ്രീവിയസ് കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്തതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ലോങ് സെഷൻ നമ്മൾ RRB ജെയിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഷോർട്ട് ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജെഇ എക്സാം, ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ ആ ഒരു എക്സാം പാറ്റേൺ ഇതുവരെയും അപ്പിയർ ചെയ്യാത്തവർക്ക് അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ എക്സ്പോഷർ കിട്ടാത്തവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയൊരു സെഷനാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൽക്കം ടു ദ വീഡിയോ. സോ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക്, അതായത് ആദ്യമായിട്ട് റെയിൽവേ എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. ഒരു ജെഇയുടെ എക്സാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ടു ടയർ എക്സാം ആണ്. ദാറ്റ് മീൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് രണ്ടെണ്ണം ഉണ്ടായിരിക്കും. ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടാവും. ആ ഫസ്റ്റ് സ്റ്റേജ് ക്ലിയർ ചെയ്തവർക്ക് വേണ്ടിയുള്ള ഒരു സെക്കൻഡ് സ്റ്റേജും കൂടെ നിലവിൽ കാണും. ഒരു ടു ടയർ എക്സാം ആണ് നമുക്ക് ഈ ഒരു ജെഇയുടെ എക്സാം വരുന്നത്. അതിനുശേഷം രണ്ടും ക്ലിയർ ചെയ്തവർക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് ദെൻ മെഡിക്കൽ എക്സാമിനേഷനും കഴിഞ്ഞിട്ടാണ് ഒരു അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ജോബിലോട്ട് നമുക്ക് എൻ്റർ ആവാൻ സാധിക്കുന്നത്. ഒരു 4 കടമ്പകളാണുള്ളത്. ഫസ്റ്റ് CBT-1 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1. അതിനകത്ത് വരുന്ന ടെക്നിക്കൽ കണ്ടന്റുകളൊന്നും കാണില്ല. ബട്ട് മോർ ദാൻ ടെക്നിക്കൽ കണ്ടന്റ്, അത് GK, കറണ്ട് അഫയേഴ്സ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ്. കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ആൻഡ് സെക്കൻഡ് സ്റ്റേജിലാണ് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ എഞ്ചിനീയറിംഗ് സ്ട്രീംസിലെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിനകത്ത് വരിക. അതിനുശേഷം രണ്ട് ക്ലിയർ ചെയ്യുന്നവർക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഓൾറെഡി നോട്ടിഫിക്കേഷനിൽ, പഴയ നോട്ടിഫിക്കേഷൻസിലൊക്കെ ഉള്ളത് തന്നെയാണ്. അതിൽ നിന്ന് വ്യത്യാസം വരേണ്ട സാഹചര്യം ഒന്നും നിലവിലില്ല. ആൻഡ് CBT-1ന്റെ കേസ് പറയുകയാണെങ്കിൽ, ദാറ്റ് മീൻസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 90 മിനിറ്റ് കൊണ്ട് 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി 1 മിനിറ്റ് പോലും ഇല്ല എന്നാണ് എൻ്റെ ചുരുക്കം. ആൻഡ് അതിനകത്ത് വരുന്ന കണ്ടന്റുകൾ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് വരും, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് വരും, ജനറൽ അവയർനെസ് വരും, ജനറൽ സയൻസ് വരും. മാത്സിന് 30, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 25, ജനറൽ അവയർനെസ്സിന് 15 ആൻഡ് സയൻസിന് 30. അങ്ങനെയാണ് മാർക്ക് ഷെയർ നമുക്ക് വരുന്നത്. ടോട്ടൽ 100 മാർക്സ് ആണ് വരുന്നത്. ഇതിൽ തന്നെ മാത്സിനും ജനറൽ സയൻസിനുമാണ് ഹയസ്റ്റ് പ്രയോറിറ്റി 30 മാർക്സ് വരുന്നത്. ഓൾമോസ്റ്റ് 60% അതിൽ നിന്ന് വരുന്നുണ്ട്. ഒരു +1 +2 കാലഘട്ടത്തിലേക്ക് ഒരു 6 ലെവലിലുള്ള സയൻസ് കണ്ടന്റ് ആയിരിക്കും വരിക. മാത്സും അതുപോലെ തന്നെയാണ് വരിക. ദെൻ GK, കറണ്ട് അഫയേഴ്സ് പോലുള്ള 15 മാർക്സിനാണ്. ആൻഡ് റീസണിങ് ഒക്കെ വരുന്നത് 25 മാർക്സിനാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 90 മിനിറ്റിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ആൻഡ് ഇത് നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രം പോരാ, നമുക്ക് നല്ല രീതിയിലുള്ള സ്കോറും കൂടെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. ദാറ്റ് മീൻസ് ഒരു 80 മാർക്കെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്യണം. 80 മാർക്കെങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഒരു 85 മാർക്ക് ഫോക്കസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഗുഡ് സേഫ് സോൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ദാറ്റ് മീൻസ് ഹ്യൂജ് കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ് ഈ പറയുന്ന ജെഇ കേസ്. ആൻഡ് വൺസ് നിങ്ങൾ ഈ ഒരു CBT-1 ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CBT-2 ആണ് വരുന്നത്. അതിന് മുന്നേ CBT-1ന്റെ ജസ്റ്റ് ഒരു സിലബസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആൻഡ് നമ്മുടെ സിലബസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, മാത്തമാറ്റിക്സിനകത്ത് നമ്പർ സിസ്റ്റം, ബോട്ട് മാസ്, ഡെസിമൽ, ഫ്രാക്ഷൻ, LCM, HCF, റേഷ്യോ ആൻഡ് പ്രൊപ്പോസിഷൻ, പെർസെൻറ്റേജ്, ട്രിഗ്നോമെട്രി, അങ്ങനെയുള്ള കുറച്ച് നമ്മൾ സ്കൂൾ ലെവലിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന മാത്തമാറ്റിക്സ് ആണ് ഇതിൽ വരുന്നത് 30 മാർക്സിന്. ദെൻ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന്റെ ഒക്കെ ഒരുപാട് എക്സാംസിനൊക്കെ എഴുതിയ കുട്ടികളായിരിക്കുമല്ലോ നിങ്ങൾ. അപ്പം അനലോഗി, ആൽഫബറ്റ്സ് ആൻഡ് നമ്പർ സീരീസ്, കോഡിംഗ്, ഡീകോഡിംഗ് പോലെയുള്ള മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് പോലെയുള്ള ഒരു സെറ്റ് ഓഫ് റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആണ് 25 മാർക്സിന് നമ്മൾ വരുന്നത്. ആൻഡ് GKക്ക് അതാണ് നമുക്ക് എപ്പോഴും പ്രഷപ്പ് ചെയ്യേണ്ട കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. ജിയോഗ്രഫി, പൊളിറ്റി, ഹിസ്റ്ററി പോലെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് GKക്ക് വരുന്നത്. ബട്ട് 15 മാർക്സ് മാത്രമാണ് അതിൽ വരുന്നത്. ആൻഡ് സയൻസിന് വരുന്നത് ഫിസിക്സ് അപ് ടു 10th, കെമിസ്ട്രിയും ലൈഫ് സയൻസ് അപ് ടു 10th വരെയുള്ള സയൻസിന്റെ സബ്ജക്റ്റുകളാണ് ജനറൽ സയൻസിനും വരുന്നത്. മാത്സും സയൻസും ഒരു 10th 12th ഗ്രേഡ് വരെയുള്ള നമ്മൾ പഠിച്ചിരിക്കുന്ന കണ്ടന്റുകൾ വെച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കും. റീസണിങ് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ റീസണിങ് കണ്ടന്റുകൾ
കാര്യങ്ങളും. GK നിങ്ങൾ പത്രം വായിക്കണം, ഹിസ്റ്ററി പഠിക്കണം, പൊളിറ്റിക്സ് പഠിക്കണം, എല്ലാം പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇതാണ് CBT 1 ഒരു കണ്ടന്റ് വരുന്നത്. വൺസ് നിങ്ങൾ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നേരെ CBT 2 ആണ് വരുന്നത്. അതിൽ ജനറൽ അവയർനെസ്, ജനറൽ അവയർനെസ് വരുന്നുണ്ട്, ഫിസിക്സ് കെമിസ്ട്രി വരുന്നുണ്ട് 15 മാർക്സ്, ബേസിക് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് 10 മാർക്സ്, ബേസിക് എൻവയോൺമെന്റൽ ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 മാർക്സ് ആൻഡ് ടെക്നിക്കൽ എബിലിറ്റീസ് 100 മാർക്സ്. അങ്ങനെ ടോട്ടൽ 150 ക്വസ്റ്റ്യൻസ് 120 മിനിറ്റ്സിലാണ് നമുക്ക് സ്കോർ ചെയ്യേണ്ടത്. അതിൽ തന്നെ 100 മാർക്കോളം ടെക്നിക്കൽ, നമ്മുടെ ഏത് സ്ട്രീമിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ടെക്നിക്കൽ എബിലിറ്റിയാണ് 100 മാർക്കിന് വരുന്നത്. ബാക്കി ജനറൽ അവയർനെസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി CBT 1 പഠിച്ചതാണല്ലോ, ഫിസിക്സ് കെമിസ്ട്രിയും പഠിച്ചതാണ്. ദെൻ ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ആണ് വരുന്നത്, അതൊക്കെ സിമ്പിൾ ആണ്. ദെൻ ബേസിക് ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ. അങ്ങനെ ടോട്ടൽ 150ഓളം മാർക്കാണ് നമുക്ക് ഈ എക്സാം വരുന്നത്. ആൻഡ് 120 മിനിറ്റ്, 2 മണിക്കൂർ മാത്രമേ നമുക്കവിടെ എക്സാം വരുന്നുള്ളൂ. ജനറൽ അവയർനെസ്സും ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് ബേസിക് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് ബേസിക് ഹാർഡ്വെയറിനെ സോഫ്റ്റ്വെയറിനെ പറ്റിയുള്ള ബേസിക് കോൺസെപ്റ്റുകളും, ബേസിക് എൻവയോൺമെന്റൽ ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ എന്ന് പറയുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആൻഡ് ദെയർ ഇമ്പാക്ട് ഓൺ സൊസൈറ്റി, സസ്റ്റൈനബിലിറ്റി പോലുള്ള കേസസ്. ആൻഡ് ടെക്നിക്കൽ എബിലിറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തിലാണോ അപ്ലൈ ചെയ്യുന്നത്, ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ സിവിലോ ഏതിലാണോ അപ്ലൈ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ടെക്നിക്കൽ എബിലിറ്റിയിലും വരുന്നത്. സോ നമുക്ക് ആദ്യത്തെ 2 ടോപ്പിക് ജനറൽ അവയർനെസ് ഫിസിക്സും കെമിസ്ട്രിയും ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈ ഒരു CBT 2 നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയാണ് നമുക്ക് എക്സാമിന്റെ ഒരു CBT 1 CBT 2 ഒരു എക്സാം പാറ്റേൺ നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഒരിക്കലും ഒരു ഹെവി ടഫ് ഈ എക്സാം ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന സ്കൂൾ ലെവൽ പഠിച്ചിരിക്കുന്ന കണ്ടന്റുകളും, ദെൻ ഡെയിലി പത്രം വായിച്ച് കിട്ടുന്ന അറിവുകളും, ദെൻ ഹിസ്റ്ററി ജിയോഗ്രഫി പോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ GA JEE എന്ന് പറയുന്ന എക്സാം. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ട്രിവാൻഡ്രത്തൊക്കെ അറൗണ്ട് എത്രയാണ് 65 പ്ലസ് സംതിങ് ആയിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത്. അവിടം വരെ എങ്ങാണ്ടായിരുന്നു കട്ട് ഓഫ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം സോണിൽ. സോ യൂഷ്വലി ഒരു 65 to 75 റേഞ്ചിലൊക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. ബട്ട് മോർ ദാൻ കട്ട് ഓഫ്, നമുക്ക് കട്ട് ഓഫ് അല്ല ക്ലിയർ ചെയ്യേണ്ടത്, നമുക്ക് ടോപ്പ് റാങ്കിൽ തന്നെയാണ് നമുക്ക് എത്തേണ്ടത്. ദാറ്റ് മീൻസ് ഒരു 80-85 മാർക്ക് CBT 2 നമുക്ക് ലഭിക്കണം. നല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നല്ല മാർക്ക് കിട്ടണം. ടെക്നിക്കൽ എക്സാം ഒന്നും നമുക്ക് ഗേറ്റ് ലെവലിൽ ഒന്നും ആയിരിക്കത്തില്ല. ഒരു നോർമൽ ആയിട്ടുള്ള കുറച്ച് ഈസി ആയിട്ടുള്ള, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഏത് ലെവലിലാണ് അതൊക്കെ വരുന്നതെന്ന്. സോ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം തന്നെയാണ്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങാൻ, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങി ഈ ഒരു എക്സാം പാറ്റേൺ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായി ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങിയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലോട്ട് എത്താൻ സാധിക്കും. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. സിലബസ് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.